മേരി എലിസബത്തിന്റെ ഭവനത്തിലേക്ക്. ജോസഫും മേരിയും കൂടെ 2 കഴുതപ്പുറത്ത് അതിരാവിലെ തന്നെ നസ്രസിൽ നിന്നു പുറപ്പെട്ടു. ജെറുസലേമിൽ അവരുടെ ഒരു പരിചയക്കാരന്റെ വീട്ടിൽ കുറച്ചു സമയം വിശ്രമിച്ച ശേഷം ജോസഫിന് വളരെ പരിചയമുള്ള വിശ്വസ്തനായ ഒരു വൃദ്ധനെ ഏൽപ്പിച്ച് മേരിയെ ഹിബ്രോണിലേക്കു യാത്രയാക്കുന്നു. ജോസഫ് അത്യാവശ്യ ജോലികളുള്ളതിനാൽ പണിസാധനങ്ങളും വാങ്ങി തിരികെ പോകുന്നു. മേരി പറയുന്നു, ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയ്ക്കു മുൻഗണന കൊടുത്തിരുന്നു. ക്ഷീണം, തിരക്ക്, ആകുലതകൾ, ജോലി എന്നിവയൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. നേരെമറിച്ച് അവ എല്ലാം പ്രാർത്ഥനയെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളുടെയും രാജ്ഞി പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ വിശ്രമവും പ്രകാശവും പ്രത്യാശയും പ്രാർത്ഥന തന്നെയായിരുന്നു. ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ അത് ഒരു ആശ്വാസമായിരുന്നെങ്കിൽ സന്തോഷാവസരങ്ങളിൽ അത് ഒരു സംഗീതമായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ ഉത്തമസഖിയായിരുന്നു പ്രാർത്ഥന. പ്രവാസസ്ഥലമായ ഈ ഭൂമിയിൽ നിന്ന് അതു ഞങ്ങളെ അകറ്റി നമ്മുടെ പിതാവിന്റെ രാജ്യമായ സ്വർഗ്ഗത്തിലേക്കുയർത്തി. ഈ കാലത്തു ദൈവം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആരാധിക്കുന്നതിന് എന്റെ ഉള്ളിലേക്കു തന്നെ നോക്കിയാൽ മതിയായിരുന്നു. എങ്കിലും ദൈവാലയത്തോട് വേണ്ട വണക്കവും ആദരവും ഞാൻ നൽകിയിരുന്നു. ഏറ്റവും വലിയ വിശുദ്ധിയുള്ള ആൾ പോലും ദൈവസന്നിധിയിൽ താൻ വെറും ഇല്ലായ്മ മാത്രമാണ് എന്ന ബോധത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. നീ ബലഹീനയാണോ, ദരിദ്രയാണോ, കുറ്റം ചെയ്തവളാണോ, ദൈവത്തിന്റെ വിശുദ്ധിയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിന്നെ നിന്റെ ദുരിതത്തിൽ നിന്നു രക്ഷിക്കാൻ പരിശുദ്ധനായവന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കുക. അവൻ വന്നു നിന്നിലേക്കു വിശുദ്ധി പകരും. ദൈവസന്നിധിയിൽ നീ വിശുദ്ധയായി ജീവിക്കുന്നവളും ദൈവത്തിനു പ്രീതിയുള്ളവളുമാണോ, അപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധി അതിരില്ലാത്തതാണ്. അതു നിന്റെ വിശുദ്ധി വർദ്ധിപ്പിക്കും. മനുഷ്യന്റെ ബലഹീനതകളില്ലാത്ത ദൈവദൂതന്മാർ ഒരിക്കലും നിർത്താത്ത പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുള്ള അവരുടെ ഗീതം തുടരുന്നു. അതിനാൽ സ്വഭാവാതീതമായി അവരുടെ സൗന്ദര്യം ഓരോ സത്യപ്പിനും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൂതന്മാരെ അനുകരിക്കുക. ഒരിക്കലും നിനക്കു പ്രാർത്ഥനയുടെ സംരക്ഷണമില്ലാതെ വരരുത്. പ്രാർത്ഥന സാത്താന്റെ ആയുധങ്ങളുടെ മൂർച്ച കെടുത്തുന്നു. ലോകത്തിന്റെ ദുഷ്ടത, ജഡത്തിന്റെ പ്രലോഭനങ്ങൾ, മനസ്സിന്റെ അഹന്ത ഇവയെ നശിപ്പിക്കുന്നു. ഈ ആയുധം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇത് സ്വർഗ്ഗം തുറക്കുന്നതും ധാരാളം കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതുമായ ആയുധമാണ്. പാപാധിക്യം നിമിത്തം ദൈവശിക്ഷയെ വിളിച്ചുവരുത്തുന്ന ലോകത്തിന് ധാരാളം പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറവാണുതാനും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ കുറച്ചുപേർ ധാരാളമാണ് എന്ന വിധം പ്രാർത്ഥിക്കണം. സജീവമായ പ്രാർത്ഥന അവർ വർദ്ധിപ്പിക്കണം. കൃപാവരം ലഭിക്കുന്നതിനാവശ്യമായ പ്രാർത്ഥന സ്വർഗ്ഗത്തിലേക്കുയരണം.